ജപ്പാനിൽ പെട്ടെന്ന് നമുക്ക് ബിരിയാണി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ അങ്ങനെ തോന്നിയ ഒരു ദിവസമായിരുന്നു എനിക്കിന്ന്. അങ്ങനെ ഞാൻ നേരെ പോകുന്നത് ഒരു ബിരിയാണി വാങ്ങിക്കാനാണ്, പാർസൽ വാങ്ങിക്കാനാണ്. അപ്പോൾ ഇത് ജപ്പാനിലെ ഹക്കസാക്കി എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ജപ്പാനികൾ നടത്തുന്നതല്ല, വേറെ രാജ്യക്കാർ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടേക്ക് പോയിട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി വാങ്ങിക്കാനായിട്ട് പോകുന്നത്. ഈ കാണുന്ന ഒരു യൂസഫ് സായി എന്ന് പറയുന്ന ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്. പുറത്ത് തന്നെ അവരുടെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം. ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ കുറേ മലേഷ്യൻ കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓർഡർ കൊടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെയുള്ള ഐറ്റംസ് ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബർഗർ, ഒരുപാട് റോള്, പൊറോട്ട, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ ബിരിയാണി വാങ്ങി. 1000 yen ആണ് കേട്ടോ ബിരിയാണിക്ക്. അങ്ങനെ ഇനി ബിരിയാണി വാങ്ങി നേരെ ഞാൻ ഷോപ്പിലേക്ക് പോവാണ്. ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഷോപ്പിലെത്തി. ഇതാണ് ബിരിയാണി, ഞാൻ വാങ്ങിയ ബിരിയാണി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂണ്, ഒരു ടവല്, ഒരു ചട്നിയും അവർ തന്നിട്ടുണ്ട്. വേറെ സാധനമൊന്നുമില്ല. അങ്ങനെ ഞാൻ അതൊന്ന് പൊട്ടിച്ച് നോക്കി. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. സംഭവം ബിരിയാണി റൈസ് അല്ല, ബസ്മതി റൈസാണ്. ഒരു 3-4 പീസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തന്ന ചട്നിയും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. പാർസൽ വാങ്ങിയോണ്ട് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇളം ചൂടായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിച്ചു നോക്കി. ഞാൻ അവസാനമായിട്ട് ഒരു നല്ല ബിരിയാണി കഴിച്ചത് ഇവിടുന്ന് പെരുന്നാൾ ദിവസമാണ്. അതിനുശേഷം കഴിക്കുന്ന ഇന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. നിങ്ങൾക്ക് ജപ്പാനിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, ബൈ.